അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ ആയുസ്സിൽ നിന്ന് ഒരു വർഷവും കൂടി കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ സമ്പാദിച്ചു വെച്ചത്? ഓരോരുത്തരും ചിന്തിക്കണം. നമ്മളൊക്കെ ഈ മൊബൈലിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ സ്റ്റാറ്റസുകൾ നിറക്കുന്നുണ്ടല്ലോ, അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. അർദ്ധരാത്രിയോടുകൂടി ആടാനും തുള്ളാനും പാടാനുമൊക്കെ നമ്മളൊക്കെ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, എന്താണ് നാം വിചാരിച്ചത്? പരിശുദ്ധ ഇസ്ലാമിലല്ലേ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? ഒരു മുസ്ലിമത്തായി ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമ്മൾക്ക് ആഭാസകരമായി ജീവിതം തള്ളിത്തീർക്കാൻ പറ്റുമോ? പടച്ചവൻ കൃത്യമായ ഓർഡറുകൾ ഇസ്ലാമിൽ നമ്മൾക്ക് വരച്ച് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾക്ക് ജീവിക്കാൻ കഴിയണം. ആരെങ്കിലും കാണിക്കുന്ന പോലെ മറ്റു മതസ്ഥരുടെ ജീവിതശൈലി നമ്മളുടെ ജീവിതശൈലിയായി മാറുമ്പോൾ നമ്മളുടെ ദീൻ കളങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ നിന്നും ഓരോരോ സ്ക്രാച്ചുകൾ നമ്മളുടെ ദീനിൽ നമ്മൾ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ദുനിയവിയായ ജീവിതത്തിൻ്റെ ദൂരം നമ്മളിൽ നിന്ന് കുറഞ്ഞിരിക്കുകയാണ്. പാരത്രിക ലോകത്തേക്കുള്ള ദൂരം അടുത്തിരിക്കുകയാണ്. നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു കരുതലോടുകൂടെ തന്നെ കടന്നു പോകേണ്ടതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതൊരു സമുദായത്തിനോടാണോ നമ്മൾ ചേരുന്നത്, നമ്മൾ അവരിൽപ്പെട്ടവരാണ്. നഊദു ബില്ലാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തീരുന്നില്ലല്ലോ. അള്ളാഹു തആലയും അവിടുന്ന് പറഞ്ഞില്ലേ, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ദീനായിട്ട് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും സ്വീകാര്യമല്ല. സൂറത്ത് ആലി ഇമ്രാനിൻ്റെ 85-ാമത്തെ ആയത്താണ് ഞാൻ ഓതിയത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. ഈ കഴിഞ്ഞുപോയ വർഷം എങ്ങനെയാണെന്ന് നിനക്കറിയാം. നിൻ്റെ തൃപ്തിക്കൊത്ത് ഇനിയുള്ള ആയുസ്സിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, എൻ്റെ സഹപാഠി കൂട്ടുകാരൻ്റെ അനുജൻ അല്പനേരം മുമ്പ് പടച്ചവൻ്റെ അതിലേക്ക് വിളിക്കുത്തരം നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരൻ്റെ ഖബർ ജീവിതം സ്വർഗമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെയും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. നമ്മളുടെ ആയുസ്സിൽ ബർക്കത്തുണ്ടാകണം. ആർഭാട ജീവിതം മാറ്റിവെച്ച് പടച്ചവനെ ഓർത്ത് പുതുവർഷത്തിലേക്ക് നമ്മൾക്ക് കടക്കാം. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.